ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പ്രോസസ് സിങ്ക്രണൈസേഷൻ ആണ്. നമുക്കറിയാം, സിങ്ക്രണൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ അതിൽ കൂടുതലോ പ്രോസസ്സുകൾ സെയിം ടൈമിൽ അവരുടെ വർക്ക്സ് ചെയ്യാം, അല്ലെങ്കിൽ ആക്ടിവിറ്റി ഓഫ് 2 or more തിങ്സ് അറ്റ് ദ സെയിം ടൈം. ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിനെയാണ് സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോസസ് സിങ്ക്രണൈസേഷൻ മീൻസ് എന്താണ്? ഒന്നിൽ കൂടുതൽ പ്രോസസ്സുകൾ അറ്റ് എ ടൈമിൽ എക്സിക്യൂട്ട് ചെയ്യുന്നതിനെയാണ് പ്രോസസ് സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്നത്. രണ്ട് രീതിയിലാണ് പ്രോസസ് സിങ്ക്രണൈസേഷൻ വരുന്നത്: ഇൻഡിപെൻഡൻറ്റ് പ്രോസസ്സും കോപ്പറേറ്റീവ് പ്രോസസ്സും. വാട്ട് യു മീൻ ബൈ ഇൻഡിപെൻഡൻറ്റ് പ്രോസസ്? ദ എക്സിക്യൂഷൻ ഓഫ് വൺ പ്രോസസ് ഡസ് നോട്ട് എഫക്ട്സ് ദ എക്സിക്യൂഷൻ ഓഫ് അതർ പ്രോസസ്. ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് മറ്റൊരു പ്രോസസ്സിനെ എന്ത് ചെയ്യുന്നില്ല? എഫക്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ മറ്റൊരു പ്രോസസ്സിൻ്റെ എക്സിക്യൂഷനെ അത് എഫക്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള പ്രോസസ്സിനെയാണ് ഇൻഡിപെൻഡൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതായത് അവർ ഒറ്റയ്ക്ക് പ്രോസസ്സ് ചെയ്യുന്നു, മറ്റുള്ളവരുടെ ആവശ്യമൊന്നുമില്ലാണ്ട്. നെക്സ്റ്റ് വൺ, കോപ്പറേറ്റീവ് പ്രോസസ്സ് മീൻസ് എന്താണ്? എക്സിക്യൂഷൻ ഓഫ് വൺ പ്രോസസ്സ് എഫക്ട് ദ എക്സിക്യൂഷൻ ഓഫ് അതർ പ്രോസസ്സസ്. ഒരു പ്രോസസ്സിൻ്റെ എക്സിക്യൂഷൻ എന്ത് ചെയ്യുന്നു? മറ്റൊരു പ്രോസസ്സിൻ്റെ എക്സിക്യൂഷനെ എഫക്റ്റ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അതിനെ കോപ്പറേറ്റീവ് പ്രോസസ്സസ് എന്നാണ് പറയുന്നത്. ക്ലിയർ? ദെൻ നെക്സ്റ്റ് വരുന്നത് ഇതിൽ റേസ് കണ്ടീഷൻ. റേസ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒന്നോ അതിൽ കൂടുതലോ പ്രോസസ്സുകൾ എന്താണ്, സെയിം കോഡോ അല്ലെങ്കിൽ അവരുടെ മെമ്മറിയോ വേരിയബിൾസൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലേ? നമ്മളിപ്പോൾ ഒരു പ്രോസസ്സ് റൺ ചെയ്യും, ഇപ്പോൾ ഒരു അഡീഷൻ്റെ പ്രോഗ്രാമാണ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് റൺ ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് നമുക്ക് ചിലപ്പോൾ മെമ്മറി, ഇൻപുട്ട്, ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ വേണ്ടി വരും. സെയിം ടൈമിൽ വേറൊരു പ്രോസസ്സ് റൺ ചെയ്യണം, അതിനും ഇതേ സെയിം റിസോഴ്സസ് തന്നെയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു എന്താണ് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ഇല്ലേ? എന്തായാലും രണ്ട് പ്രോസസ്സിനൊരു റിസൾട്ട് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്, അല്ലേ? പക്ഷേ ഈ വേരിയബിൾസൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കാം? തെറ്റായിക്കൊള്ളാം. ചിലപ്പോൾ കറക്റ്റുള്ള ആൻസർ കിട്ടിക്കൊള്ളണം എന്നില്ല. പക്ഷെ എന്നിരുന്നാലും അവിടെ ഒരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഇല്ലേ? സോ അപ്പോൾ അവർ ആ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യുന്നു? അവരുടെ ഔട്ട്പുട്ട് കറക്റ്റാണ് എന്ന് പറഞ്ഞിട്ട് റേസ് ചെയ്യുന്നു. ഓക്കെ, പക്ഷേ ആക്ച്വലി അത് ചിലപ്പോൾ റോങ് ആയിരിക്കാം. പക്ഷേ അവരെന്ത് ചെയ്യുന്നുണ്ട്? കറക്റ്റാണ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ട് റേസ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് റേസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, then several processes access and process the manipulations over the same data concurrently. അതായത് ഒന്നോ അതിൽ കൂടുതലോ പ്രോസസ്സുകൾ എന്താണ്, സെയിം ഡാറ്റേൻ്റെ മേലെ എന്ത് ചെയ്യുന്നുണ്ട്? കൺകറൻ്റ് ആയിട്ട് അവർ മാനിപ്പുലേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. മീൻസ് അത് അവരുടെ ആക്ച്വൽ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. then the outcome depends on the particular order in which the access takes place. പക്ഷേ ഔട്ട്പുട്ട് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഔട്ട്കം എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? പെർട്ടിക്കുലർ ഓർഡർ ഇൻ വിച്ച് ദ ആക്സസ് ടേക്സ് പ്ലേസ്. ഏത് ആദ്യം ആക്സസ് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ ഔട്ട്കം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് റേസ് കണ്ടീഷനിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ്, ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം. ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരുപാട് പ്രോസസ്സുകളുണ്ട്. അതിൽ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഡുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കിപ്പോൾ ഒരുപാട് പ്രോസസ്സ് റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരു പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻറ്റർ ചെയ്താലാണ് ആ ഒരു പ്രോസസ്സ് അവിടെ റൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു കോഡാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളത്? ഒരു കോഡ് സെഗ്മെൻ്റാണ് ഈ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. എന്താണ് ഈ ക്രിട്ടിക്കൽ സെക്ഷൻ കോഡിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. എന്താണ് ഫസ്റ്റത്തെ? ഓൺലി വൺ പ്രോസസ് ഇൻ ദ ഗ്രൂപ്പ് ക്യാൻ ബി അലൗഡ് ടു എക്സിക്യൂട്ട് ഇൻ ദെയർ ക്രിട്ടിക്കൽ സെക്ഷൻ അറ്റ് എനി വൺ ടൈം. അതായത് ഏതെങ്കിലും ഒരു സമയത്ത് അറ്റ് എ ടൈമിൽ എന്താണ് ഒരു പ്രോസസ്സിന് മാത്രമേ ആ ഒരു ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻറ്റർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അലോ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇഫ് വൺ പ്രോസസ് ഈസ് ഓൾറെഡി എക്സിക്യൂട്ടിംഗ് ദെയർ ക്രിട്ടിക്കൽ സെക്ഷൻ, മേ ബി അവിടെ ഓൾറെഡി ഒരു പ്രോസസ്സ് അവിടെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് മറ്റുള്ള പ്രോസസ്സുകൾക്കും എന്തുണ്ടായിരിക്കും?
ആ ഒരു ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻ്റർ ചെയ്യാനുള്ളൊരു ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലേ, അവരുടെ പ്രോസസ്സും റൺ ചെയ്യണ്ടേ. സോ ദെൻ ദ സെക്കൻഡ് പ്രോസസ് മസ്റ്റ് ബി മെയ്ഡ് ടു വെയിറ്റ് അണ്ടിൽ ദ ഫസ്റ്റ് പ്രോസസ് ഹാസ് ബീൻ കംപ്ലീറ്റഡ്. അതായത് ആ ഫസ്റ്റ് എൻ്റർ ചെയ്ത ആർക്കിപ്പോൾ എന്താ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും ആ ക്രിട്ടിക്കൽ സെക്ഷനിൽ ഓൾറെഡി ഉള്ള പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ സെക്കൻഡ് പ്രോസസ്സുകൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അതാണ് ഫസ്റ്റത്തെ കണ്ടീഷൻ. ദെൻ സെക്കൻഡ് വൺ പറയുന്നത് ദ കോഡ് പ്രിസീഡിങ് ദ ക്രിട്ടിക്കൽ സെക്ഷൻ and which controls access to the critical section is termed the entry section. അതായത് നമ്മുടെ ക്രിട്ടിക്കൽ സെക്ഷനിലുള്ള കോഡ് ഉണ്ട്. നമ്മൾ പറഞ്ഞു ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് കോഡാണ്. നമ്മുടെ പ്രോസസ്സ് എന്താണോ ആക്ച്വലി റൺ ചെയ്യാനുള്ളത് അതാണ് ക്രിട്ടിക്കൽ സെക്ഷനിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് വരുന്നതിനെ എൻട്രി സെക്ഷൻ എന്നാണ് പറയുന്നത്. എന്താണ് എൻട്രി സെക്ഷൻ? ഈ ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് വരുന്ന പ്രോസസ്സിനെ അവർ എൻട്രി സെക്ഷനായിട്ടാണ് പറയുന്നത്. ഇറ്റ് ആക്ട്സ് ലൈക്ക് എ കെയർഫുള്ളി കൺട്രോൾഡ് ലോക്കിംഗ് ഡോർ. അത് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവരത് ലോക്ക് ചെയ്യും, അല്ലെങ്കിൽ അടുത്തൊരു പ്രോസസ്സിനെ എൻട്രി ചെയ്യാത്ത രീതിയിൽ അവരെന്ത് ചെയ്യും, അവിടെ അതിനെ ലോക്ക് ചെയ്തിടും. ദെൻ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ദ കോഡ് ഫോളോയിങ് ദ ക്രിട്ടിക്കൽ സെക്ഷൻ ഈസ് ടേംഡ് ആസ് ദ എക്സിറ്റ് സെക്ഷൻ. നമ്മുടെ ക്രിട്ടിക്കൽ സെക്ഷൻ കഴിഞ്ഞിട്ടുള്ള കോഡിനെ എക്സിറ്റ് സെക്ഷൻ എന്നാണ് പറയുന്നത്. മീൻസ് എന്താണ്, ആ ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് കടന്നിട്ടുള്ള കോഡിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, ദെൻ അതവിടെ എക്സിറ്റ് ചെയ്യുകയാണെന്നുള്ളതാണ്. ഇറ്റ് ജനറലി റിലീസ് ദ ലോക്ക് ഓൺ സംവൺ എൽസ് ഡോർ. അതായത് ഓൾറെഡി ലോക്ക് ചെയ്തതിനെ ഇവിടെ അൺലോക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ലോക്ക് റിലീസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ എന്താണ്, or at least let the world know that they are no longer in their critical section. അപ്പോൾ അൺലോക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഇനി ആ ഒരു പ്രോസസ്സ് അവിടെ എന്ത് ചെയ്യുന്നില്ല, അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ പ്രോസസ്സ് അവിടെ കഴിഞ്ഞു, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ സെക്ഷൻ അവിടെ കംപ്ലീറ്റ് ആയി എന്ന് നമുക്ക് മനസ്സിലാവും. ക്ലിയർ? Then the rest of the code not included in either the critical section or the entry. അതായത് ബാക്കിയുള്ള കോഡൊന്നും എൻട്രി സെക്ഷനിലോ അല്ലെങ്കിൽ എക്സിറ്റ് സെക്ഷനിലോ ഇല്ല. അവിടെ എന്താണ്, റിമൈൻഡർ സെക്ഷനാണ് കൊടുത്തിട്ടുള്ളത്. റിമൈൻഡർ സെക്ഷനിൽ എന്താണ്, ബാക്കിയുള്ള കോഡൊക്കെ ഈ റിമൈൻഡർ സെക്ഷനിൽ, അതായത് ബാക്കി പ്രോസസ്സൊക്കെ ഈ ഒരു റിമൈൻഡർ സെക്ഷനിലാണ് വരിക. സോ ഫസ്റ്റ് പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു, അതിന് ശേഷം റിമൈൻഡർ സെക്ഷനിലുള്ള ബാക്കിയുള്ള പ്രോസസ്സുകളൊക്കെ അവർ എന്ത് ചെയ്യും, റൺ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. കോഡാണ്. ഡു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലൂപ്പ് ഓപ്പൺ ചെയ്തു, ഡു വൈൽ ലൂപ്പാണിത്. ഡൂവിൽ എന്ത് ചെയ്തു, എൻട്രി സെക്ഷനിലേക്കാണ് നമ്മുടെ ഫസ്റ്റത്തെ പ്രോസസ്സ് വന്നത്. അവിടെ വെച്ചിട്ട് അത് ലോക്കാവും. ലോക്ക് ചെയ്തതിൻ്റെ ശേഷം ക്രിട്ടിക്കൽ സെക്ഷൻ എന്താണോ പെർഫോം ചെയ്യാനുള്ളത് അത് പെർഫോം ചെയ്യും. ദെൻ എക്സിറ്റ് സെക്ഷനിലേക്ക് കിടക്കും. അവിടെ എന്ത് ചെയ്യും, അവിടെ അൺലോക്ക് ചെയ്യും. ദെൻ ആ ഒരു പ്രോസസ്സ് നോ മോർ ഇൻ ദ ക്രിട്ടിക്കൽ സെക്ഷൻ എന്നാണ്. ദെൻ റിമൈൻഡർ സെക്ഷനിലേക്ക് വരും. നെക്സ്റ്റ് എന്തെങ്കിലും പ്രോസസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ റൺ ചെയ്യും. ഓക്കെ, ദെൻ വൈൽ ട്രൂ, അത് ശരിയാണ് എന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു പ്രോസസ്സ് അടുത്ത പ്രോസസ്സിനെ റൺ ചെയ്തുകൊണ്ടിരിക്കും. ക്ലിയർ? നെക്സ്റ്റ് വരുന്നത് എ സൊല്യൂഷൻ ടു ദ ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം മസ്റ്റ് സാറ്റിസ്ഫൈ ദ ഫോളോയിങ് 3 കണ്ടീഷൻസ്. 3 കണ്ടീഷൻസ് എന്ത് ചെയ്യണം, ഈ ഒരു ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം സാറ്റിസ്ഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഫോളോ ചെയ്യാനുണ്ട്. അതിൽ 3 മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, പ്രോഗ്രസ് ആൻഡ് ബൗണ്ട് വെയിറ്റിംഗ്. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്താണ്, ഓൺലി വൺ പ്രോസസ് അറ്റ് എ ടൈം ക്യാൻ ബി എക്സിക്യൂട്ടിംഗ് ഇൻ ദ ക്രിട്ടിക്കൽ സെക്ഷൻ. ആ ഒരു ക്രിട്ടിക്കൽ സെക്ഷനിൽ അറ്റ് എ ടൈമിൽ ഒരു പ്രോസസ്സിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞില്ലേ, ക്രിട്ടിക്കൽ സെക്ഷനിൽ ഫസ്റ്റ് ഒരു പ്രോസസ്സിന് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സെക്കൻഡ് വൺ വരുന്നത് പ്രോഗ്രസ്. പ്രോഗ്രസ്സിൽ എന്താണ് പറയുന്നത്, ഇതിൽ ഒരു പ്രോസസ്സും കറൻ്റ്ലി നമ്മുടെ ക്രിട്ടിക്കൽ സെക്ഷനിൽ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. അതുപോലെ തന്നെ ഒന്നോ അതിൽ കൂടുതലോ പ്രോസസ്സുകൾ എന്താണ് നമ്മുടെ ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ 3-4 പ്രോസസ്സുകളുണ്ട് വിചാരിക്കുക, P1, P2, P3, P4. അതിലെന്താണ് P1-ഉം അല്ലെങ്കിൽ P2-നും ഷെയർ ചെയ്യുന്നുണ്ട് റിസോഴ്സസ്. അപ്പോൾ ആ ഷെയർ ചെയ്യുന്ന റിസോഴ്സിന് എന്താണ് അവരുടെ ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻട്രി ചെയ്യണം.
അപ്പോൾ എന്താണ്, നേരത്തെയൊക്കെ ഒരു പ്രോസസ്സ് മാത്രമേ എന്തായിരുന്നു മ്യൂച്വൽ എക്സ്ക്ലൂഷനിലൊക്കെ എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ക്രിട്ടിക്കൽ സെക്ഷനിൽ. പക്ഷേ പ്രോഗ്രസ്സിൽ എന്താണ്, നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ട എത്രയെങ്കിലും ഒന്നോ അതിൽ കൂടുതലോ പ്രോസസ്സുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രോഗ്രസ്സിലൂടെ നമുക്ക് ആ ഒരു ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻ്റർ ചെയ്യിക്കാൻ പറ്റും. അതാണ് പ്രോഗ്രസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ദെൻ ബൗണ്ട് വെയിറ്റിംഗ് ആണ് അടുത്തത്. ബൗണ്ട് വെയിറ്റിങ്ങിൽ എന്താണ്, അപ്പോൾ ഒരുപാട് പ്രോസസ്സുകൾ ചിലപ്പോൾ ഈ ക്രിട്ടിക്കൽ സെക്ഷനിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നമുക്ക് അടുത്തൊരു പ്രോസസ്സ് റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു P1 P2 P3 P4 എക്സാമ്പിൾ എടുക്കാം. അങ്ങനെ ഒരു 4 പ്രോസസ്സുകൾ റൺ ചെയ്യുന്നുണ്ട്. അതിലിപ്പോൾ P4 എന്ന് പറഞ്ഞ പ്രോസസ്സ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഗ്രാൻറ്റ് ചെയ്യുമ്പോൾ എന്താണ്, അതിനൊരു ടൈം കൊടുത്തിട്ടുണ്ടായിരിക്കും. ബാക്കിയുള്ള പ്രോസസ്സുകൾ ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ഈ റിക്വസ്റ്റ് കൊടുത്ത പ്രോസസ്സ് റൺ ചെയ്യണം അല്ലെങ്കിൽ ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് കടക്കണം എന്നുള്ള ഒരു ടൈം ബൗണ്ട് ആർക്ക് കൊടുക്കണം, ഏത് പ്രോസസ്സാണോ വരുന്നത്. ഇപ്പോൾ P4 ആണെന്നുണ്ടെങ്കിൽ P4ന് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ടൈമിൻ്റെ ഉള്ളിൽ അതെന്ത് ചെയ്യും, ആ ഒരു റിക്വസ്റ്റ് ഗ്രാൻറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് വേണമെങ്കിൽ അതിനെ റൺ ചെയ്യാം അല്ലെങ്കിൽ ആ ഒരു ക്രിട്ടിക്കൽ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യാം. അതാണ് ബൗണ്ട് വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതിൻ്റെ താഴെയുള്ളതും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങളത് ജസ്റ്റ് എഴുതിയാൽ മതി, വായിച്ചു നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു 3 കണ്ടീഷൻസ് മനസ്സിലാക്കി വയ്ക്കുക: മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, പ്രോഗ്രസ് ആൻഡ് ബൗണ്ട് വെയിറ്റിംഗ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് പാറ്റേഴ്സൺ സൊല്യൂഷൻ. പാറ്റേഴ്സൺ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം. ആ ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലത്തിൽ എന്താണ്, ഒന്നിൽ കൂടുതൽ പ്രോസസ്സുകൾ വരുന്ന സമയത്ത് എന്താണ്, വെയിറ്റിംഗ് ടൈമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. ഒരു പ്രോസസ്സ് റൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് മറ്റൊരു പ്രോസസ്സ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്, പാറ്റേഴ്സൺ സൊല്യൂഷനിൽ കൺകറൻ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രോസസ്സുകൾ റൺ ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ബേസ്ഡ് ഓൺ 2 പ്രോസസ്സാണ് P0 ആൻഡ് P1. ഇവിടെ ആൾട്ടർനേറ്റ് ആയിട്ട് അവരവരുടെ ക്രിട്ടിക്കൽ സെക്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ പ്രോസസ്സ് PIയും പ്രോസസ്സ് PJയും എടുക്കുന്നുണ്ട്, 2 പ്രോസസ്സുകൾ. ഓക്കെ, ഇതിൽ പാറ്റേഴ്സൺ സൊല്യൂഷൻ റിക്വയർസ് 2 ഷെയർഡ് ഡാറ്റ ഐറ്റംസ്. 2 ഷെയർഡ് ഡാറ്റ ഐറ്റംസ് ആണ് ഈ പാറ്റേഴ്സൺ സൊല്യൂഷൻ യൂസ് ചെയ്യുന്നത്. ഇതിലെന്താണ്, ഫസ്റ്റത്തത് ഇൻറ്റ് ടേൺ. ഇത് മീൻ ചെയ്യുന്നത് ഇൻഡിക്കേറ്റ്സ് ഹുസ് ടേൺ ഇറ്റ് ഈസ് ടു എൻറ്റർ ഇൻ ടു ദ ക്രിട്ടിക്കൽ സെക്ഷൻ. ആരാണ് ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻറ്റർ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഈ ഒരു ഇൻറ്റ് ടേൺ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന കമാൻഡിലാണ്. ഓക്കെ, ഇഫ് ടേൺ ഈക്വൽ ടു I ആണ് എന്നുണ്ടെങ്കിൽ, ടേൺ എന്താണ്, I ആണ് അല്ലെങ്കിൽ I എന്നുള്ള പ്രോസസ്സാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സായിരിക്കും ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് അലോ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ബൂളിയൻ ഫ്ലാഗ് ഓഫ് 2 കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, വെൻ എ പ്രോസസ് വാണ്ട് ടു എൻറ്റർ ഇൻ ടു ദെയർ ക്രിട്ടിക്കൽ സെക്ഷൻ. അപ്പോൾ ഒരു പ്രോസസ്സിന് എങ്ങോട്ടേക്ക് ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻറ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ്, വെൻ പ്രോസസ് I വാണ്ട്സ് ടു എൻറ്റർ ദെയർ ക്രിട്ടിക്കൽ സെക്ഷൻ. അപ്പോൾ I എന്നുള്ള പ്രോസസ്സിനാണ് എൻറ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇറ്റ് സെറ്റ്സ് ഫ്ലാഗ് I ടു ട്രൂ. അതായത് ഫ്ലാഗ് I ട്രൂ ആക്കി വയ്ക്കും. എന്നാൽ മാത്രമേ ആ ഒരു പ്രോസസ്സിന് ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻറ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ടേൺ ഈക്വൽ ടു I ആണ് പറഞ്ഞാലും ആ ഒരു I എന്നുള്ള പ്രോസസ്സാണ് അവിടെ ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻറ്റർ ചെയ്യുന്നത് എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാം. ദെൻ നെക്സ്റ്റ് നോക്കൂ, ഇൻ ദ ഫോളോയിങ് ഡയഗ്രാം ദ എൻട്രി ആൻഡ് എക്സിറ്റ് സെക്ഷൻസ് ആർ എൻക്ലോസ്ഡ് ഇൻ ബോക്സസ്. നമുക്ക് എൻട്രി നേരത്തെ മുന്നേ നമ്മളൊരു ക്രിട്ടിക്കൽ സെക്ഷൻ പറഞ്ഞപ്പോൾ അതിൽ എൻട്രി സെക്ഷനും എക്സിറ്റ് സെക്ഷനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രമാണ് ഇവിടെ ഈ ഒരു കോഡ് ഒരു ബോക്സ് ആക്കിയിട്ട് വരച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിലെന്താണ് പറയുന്നത്, ഇൻ ദ എൻട്രി സെക്ഷനിൽ എന്താണ്, ഫസ്റ്റത്തെ ബോക്സ് നോക്കുക. എൻട്രി സെക്ഷനിൽ പ്രോസസ് I ഫസ്റ്റ് റേസസ് എ ഫ്ലാഗ് എന്ത് ചെയ്യുന്നുണ്ട്, റൈസ് ചെയ്യുന്നുണ്ട്. ഫ്ലാഗ് I ട്രൂ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, I എന്ന് പറഞ്ഞ പ്രോസസ്സാണ് അവിടെ ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻറ്റർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്
ഇല്ലേ? തൊട്ട് മുന്നേ 2 കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫ്ലാഗ് ഐ ട്രൂ ആണ് എന്നുണ്ടെങ്കിൽ ഐ എന്ന് പറഞ്ഞ പ്രോസസ്സാണ് ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻട്രി ചെയ്യുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് പോയിന്റ് നോക്കൂ. ദെൻ ടേൺസ് ഈസ് സെറ്റ് ടു ജെ. ടേൺ എന്താണ്? ആ ബോക്സിൽ നോക്കൂ. ഇനി ടേൺ എന്താണ്? ജെയിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ടേൺ ഈക്വൽ ടു ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോ ദ അതർ പ്രോസസ് ടു എൻറ്റർ ദെയർ ക്രിട്ടിക്കൽ സെക്ഷൻ ഇഫ് പ്രോസസ് ജെ സോ ഡിസയേഴ്സ്. അതായത് ഇപ്പോൾ കറൻ്റ്ലി ഐ എന്ന് പറഞ്ഞ പ്രോസസ്സാണ് ട്രൂ ആയിരിക്കുന്നത്. സോ ഐ ആണ് ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻറ്റർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ടേൺ ഈക്വൽ ടു ജെ എന്ന് പറഞ്ഞതുകൊണ്ട് അവിടേക്ക് എന്താണ്? ടേൺ ആരതാണ് ഇനി? ജെ, രണ്ടാമത്തെ പ്രോസസ്സിൻ്റെയാണ്. അപ്പോൾ ജെ എന്ന് പറഞ്ഞ പ്രോസസ്സാണ് ഇപ്പോൾ ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻറ്റർ ചെയ്തിട്ടുള്ളത്, രണ്ടാമത് ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻറ്റർ ചെയ്തിട്ടുള്ളത് അല്ലേ? ഇനി നോക്കൂ, ദ വൈൽ ലൂപ്പ് ഈസ് എ ബിസി ലൂപ്പ്. വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് ഒരു ബിസി ലൂപ്പാണ്. which makes process I waits as long as J has the turn and wants to enter the critical section. So ഈ while loop റൺ ചെയ്യുന്ന സമയത്ത് എന്താണ്? ഐ എന്ന് പറഞ്ഞ പ്രോസസ്സ് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് വന്നിട്ടുള്ള പ്രോസസ്സ് അവിടെ എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതായത് ജെൻ്റെ ഫുൾ എക്സിക്യൂഷനും കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ശേഷം ചെയ്യുന്നത് വരെ ഈ ഒരു ഐ എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്ത് ചെയ്യും? അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? പ്രോസസ് ഐ ലോവേഴ്സ് ദ ഫ്ലാഗ് ഐ. നെക്സ്റ്റ് നോക്കൂ, ക്രിട്ടിക്കൽ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് ഫ്ലാഗ് ഐ ഈക്വൽ ടു ഫാൾസ് എന്ന് കൊടുത്തിട്ടുണ്ട് എക്സിറ്റ് സെക്ഷനിൽ, രണ്ടാമത്തെ ബോക്സിൽ അല്ലേ? പ്രോസസ് ഐ ലോവേഴ്സ് ദ ഫ്ലാഗ്, അതായത് എക്സിറ്റ് സെക്ഷനിൽ ഫാൾസ് ആണ് കൊടുത്തിട്ടുള്ളത് ഐക്ക്. അതെന്താ? അലോവിങ് പ്രോസസ് ജെ ടു കണ്ടിന്യൂ ഇഫ് ഇറ്റ് ഹാസ് ബീൻ വെയിറ്റിംഗ്. അതായത് നമ്മുടെ ക്രിട്ടിക്കൽ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ എന്ത് ചെയ്യും? ഐ എന്ന് പറഞ്ഞ പ്രോസസ്സ് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ദെൻ പിന്നീടാണ് ഈ ഒരു ഐ എന്നുള്ളത് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ശേഷം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്നിട്ട് ആ ക്രിട്ടിക്കൽ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് പിന്നെ ഈ ഐ വീണ്ടും കണ്ടിന്യൂ ചെയ്യുള്ളൂ അതിൻ്റെ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സിക്യൂഷൻ. ഓക്കെ, അപ്പോൾ പിന്നെ ഇതിൽ വരുന്നത് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. അതായത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻസ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, പ്രോഗ്രസ്, ബൗണ്ട് വെയിറ്റിംഗ്. അത് ഇൻ ടേംസ് ഓഫ് പാറ്റേഴ്സൺ സൊല്യൂഷനിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്ന് എടുക്കുന്ന ടോപ്പിക്ക്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.